ഹലോ ഹായ് നമസ്കാരം. ചിലപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില സത്യങ്ങൾ പറയണമെന്ന് ആർക്കായാലും തോന്നൂലേ? പ്രേക്ഷകനെ അർഹിക്കാത്ത സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട്. അറിയോ, ആ സിനിമകളെ വിമർശിച്ചു കഴിഞ്ഞാൽ, വിമർശിക്കാൻ പോലും അത് കയറി കാണുക, കണ്ട് തീർക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയുടെ പിന്നിലും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വൻ വേവലാണ്. ആ വേവലുകൾ പല രീതിയിൽ അനുഭവിക്കുന്ന ആളുകളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വിമർശിക്കാൻ പോലും ചില സിനിമകളൊക്കെ കയറി കാണേണ്ട കാര്യമില്ലാന്ന് തോന്നിപ്പോകും. അത്രയധികം പ്രേക്ഷകൻ്റെ സമയത്തിനെയും പണത്തിനെയും റെസ്പെക്റ്റ് ഇല്ലാതെ, അതായത് മുഖത്തടിച്ച് ഇറക്കി വിടുന്നത് പോലത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകളുണ്ട്. അങ്ങനെയുള്ള സിനിമകൾക്ക് കാശ് കൊടുത്താണെങ്കിലും അവർ ആളെ കയറ്റുന്നുണ്ട്. ആ സിനിമകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമ, തണുപ്പെന്ന് പറയുന്ന ഈ സിനിമ ഇപ്പോൾ അതിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി. ഈ സിനിമ കാണാൻ വൈകിപ്പോയതിന് എനിക്ക് എന്നോട് തന്നെ ഒരു അമർഷമുണ്ട്. തണുത്തുറഞ്ഞതും ചീഞ്ഞളിഞ്ഞതും ദ്രവിച്ചതുമായ കഥകളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ച് തിയേറ്ററുകളിൽ ഇറക്കുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. 8 കോടി രൂപയ്ക്ക് പടം എടുത്ത് 2 കോടി രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആളെ കയറ്റുന്ന PR വർക്കും അത് കൂടാതെയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ കിതച്ചോടുന്ന സിനിമകളുള്ളപ്പോൾ ഞാൻ നല്ലത് പറയാമെന്ന് പറയുന്നില്ല, കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും ഈ സിനിമ 4 പേര് കയറി കാണണം എന്നെനിക്ക് തോന്നിപ്പോയി. തണുപ്പിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു അമർഷം കൂടി പ്രകടിപ്പിക്കണമെന്നുണ്ട്. 2.5 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ തിയേറ്ററിൽ കയറി കാശ് കൊടുത്ത് കയറരുത്. ഒന്നാമത് പല സിനിമകൾക്കും നമ്മൾ തിയേറ്ററിൽ കയറുമ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും എവിടെന്നെങ്കിലും ടിക്കറ്റ് കിട്ടിയിട്ട് വരുന്ന ആളുകളാണ്, ഫ്രീ ടിക്കറ്റിൽ വരുന്ന ആളുകളാണ്. അതുപോട്ടെ, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഫോൺ മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണമെങ്കിൽ നീന്തി നടക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഫോൺ നോക്കാൻ പറ്റില്ല. നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സൈക്ലിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കിളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുള്ള മറ്റു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്കേറ്റിങ്ങോ ഫുട്ബോളോ എന്ത് ഇഷ്ടമുണ്ടെങ്കിലും, നമുക്ക് നമ്മുടെ വിനോദത്തിന് വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ വേണ്ടുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്ക് കൊടുക്കുന്ന ആ സിനിമ എന്ന് പറയുന്ന വിനോദ ഉപാധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടത് നിങ്ങളുടെ സമയമാണ്. പറ്റൂലെങ്കിൽ വേണ്ട, വിനോദമല്ലേ ഇത്, ആരും നിർബന്ധിച്ച് വിളിച്ച് കയറ്റുന്നൊന്നുമല്ലല്ലോ. തിയേറ്ററിൽ കയറി ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഈ 6-7 ഇഞ്ചിൻ്റെ ഫോണും കത്തിച്ചു പിടിച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ഫോൺ വരുമ്പോൾ എന്തുണ്ട് അവൻ്റെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ വെടക്ക് കേസുകളുണ്ട് തിയേറ്ററിൽ. ഇത്രയും കലിയുള്ള വേറൊരു പരിപാടിയില്ല. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഫോൺ മാറ്റി വെക്കാൻ പറ്റാത്ത അത്ര തിരക്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ OTTയിൽ വരുമ്പോൾ കണ്ടാൽ മതി. അവിടെ നിങ്ങൾക്ക് ഫോൺ നോക്കാം, തെക്കോട്ട് മുടക്കോട്ട് നോക്കിയിരിക്കാം. പക്ഷെ തിയേറ്ററിൽ വന്നിരുന്ന് ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രേക്ഷകൻ ചെയ്യുന്നത് 90% ദ്രോഹം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 10% ദ്രോഹം ചെയ്യുന്നത് സിനിമാക്കാരാണ്. ഈ വന്നിരിക്കുന്ന ചില ആൾക്കാരെ എടാ നിൻ്റെ പടം കണ്ടുകൊണ്ടിരിക്കുക, തീരാറായി ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ തലയ്ക്കകത്ത് ആൾ താമസമില്ല. ഞാൻ ഈ സിനിമയുടെ കാര്യമല്ലേ പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് കൂടി വരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നി. അപ്പുറത്തെ സൈഡിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഏതോ ഒരാളുണ്ട്, അയാൾക്കൊരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? നമുക്ക് തണുപ്പെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് തണുക്കും, കൂളാവും. കാരണം നമ്മുടെ ഈ സിനിമകൾ എന്ന് പറയുന്നത് ഈ റീൽ കൾച്ചറിനൊക്കെ അനുസരിച്ച് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കട കട്ട്സൊക്കെ വെച്ച് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് പെരുപ്പിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ മാറുന്നുണ്ട്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റമാണ്, അതിനൊന്നും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു സീൻ തുടങ്ങി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ഒരു ഗ്രോത്തിലേക്ക് വന്ന് അത്രയും നേരം അത് എൻഗേജിങ് ആയി നിലനിർത്തി ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് പ്രേക്ഷകൻ അവിടെ ഇരുത്തിയതിന് ശേഷം നിങ്ങൾ ഈ കണ്ടതുണ്ടല്ലോ, ഇതിന് പുറകിലൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടി പ്രേക്ഷകനെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു പോയിന്റിൽ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ്. ഈ സിനിമയുടെ തണുപ്പെന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു തോന്നൽ എന്ന് പറയുന്നത്, അവരുടെ ഒരു ഫാൻറ്റസിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു. ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരുടെയും പ്രൈവസിയിലേക്ക് അവർ കയറി വരുന്നില്ല. പിന്നെ നിങ്ങളെന്തിനാണ് അതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറുന്നത്? അങ്ങനെ സദാചാരം കൊണ്ട് നടക്കുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു വർത്തമാനമാണ് സിനിമ പറയുന്നതെന്നാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ സദാചാരം എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമുണ്ട്. അതായത് നിങ്ങളൊരു 15-20 വർഷം മുമ്പ് കേരളത്തിൽ എത്ര ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഇപ്പം എത്ര ഉണ്ടെന്ന് നോക്കണം. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് എത്രത്തോളം ആളുകളെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ആങ്ഷ്യസ് ആയിട്ടുള്ള, ഡിപ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമുണ്ട്. അതിനെയും
അതിനോടൊപ്പം നമ്മുടെ ഈ സദാചാര കണ്ണുകൊണ്ട് മാത്രം എല്ലാത്തിനെയും നോക്കിക്കാണുന്ന സ്വഭാവത്തിനെ ഒരല്പം വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഈ സിനിമയിൽ മ്യൂസിക്കാണ്. ബിപിൻ അശോക്. മനുഷ്യ, നിങ്ങളിവിടെ നിലനിൽക്കാനുള്ള ആളാണ്. നിങ്ങൾ ഇനിയും വർക്ക്സ് ചെയ്യണം. ഈ സിനിമ എനിക്കറിയില്ല, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ബുക്ക് മൈ ഷോസ് ലിസ്റ്റ് ആവുമോ അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യോഗമുണ്ട് ടിക്കറ്റ് കിട്ടാനാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും. ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമ എന്നല്ല ഞാൻ പറയുന്നത്, പ്രോത്സാഹിപ്പിക്കബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണത്. അതായത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ശ്രമം ഇതിൽ ഫീൽ ചെയ്യാനുണ്ട്. ബിപിൻ അശോകിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് അത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു കൾച്ചറൽ സാധനമുണ്ട്, അതിനെ ബാക്കിയുള്ളവർ വിലയിരുത്തുന്നൊരു എലമെൻ്റ് ഉണ്ട്. അതിനോടൊപ്പം ഈ ഇമോഷണൽ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് വർക്ക് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. വിഷ്വൽസ് ഗംഭീരമായിരുന്നു. അതിൻ്റെ കളറിങ്ങും പരിപാടിയും ഒക്കെ പറയണം. ആ പ്രദേശം, അവിടുത്തെ തണുപ്പ്, അവരവിടെ വരുമ്പോൾ, അതായത് ഈ തണുപ്പെന്ന് പറയുന്ന ഈ സിനിമയുടെ പേരിന് സിനിമയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് നമുക്കങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമല്ല. കൃത്യമായ അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളും ആഴവും തണുപ്പുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലി അതെങ്ങനെ വരണം എന്നുള്ളത് അവർ വളരെ രസമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ രാകേഷ് നാരായണൻ. മനുഷ്യ, നിങ്ങൾ ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആളുകൾ സ്വീകരിക്കുന്ന സിനിമകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് ഈ സിനിമ കണ്ട് മാത്രം സിനിമ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഉണ്ട് എന്ന് പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതായത് കടലിനെ പശ്ചാത്തലമാക്കി ഒരു സിനിമ വരുന്നു, അപ്പോൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളുടെയൊക്കെ റെഫറൻസുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ജീവിതം കാണിക്കാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല. കാരണം അവർ ഈ സിനിമ ചെയ്യുന്ന തിരക്കഥാകൃത്തുക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും ഒക്കെ കടലുമായി ബന്ധപ്പെട്ട മറ്റ് സിനിമകൾ കണ്ട് അതെന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത് അതാണ് അവിടുത്തെ ജീവിതം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കോളേജ് കാണിക്കുമ്പോൾ ഇപ്പോഴും മലയാള സിനിമയിൽ കോളേജുകൾ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റേ നിറവും അനിയത്തിപ്രാവും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് കോളേജ് എങ്ങനെയാണോ സിനിമയിൽ കാണിച്ചത് അത് കണ്ട് വളർന്ന ആളുകളാണ് ഇതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കണ്ട് സിനിമ ചെയ്യാൻ വരിക എന്ന് പറയുന്നതും ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും രണ്ടാണ്. നിങ്ങളുടെ എഴുത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ പറച്ചിൽ രീതിയിൽ എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഇനിയും നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റുമെങ്കിൽ, കുറേ കൂടി ഗംഭീരമായ ഒരു ബഡ്ജറ്റിൽ കുറേ കൂടി ഗംഭീരമായ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിരിക്കും. ഇതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് പോലെ പറയാനുണ്ടെങ്കിൽ അത് ഇതിലെ അഭിനേതാക്കൾ, പ്രത്യേകിച്ച് എല്ലാവരും പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഈ പെർഫോമൻസിലേക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊരിക്കലും ഞാനൊരു നെഗറ്റീവ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, അവർ മോശമാക്കി എന്നല്ല പറയുന്നത്. ആത്മാർത്ഥമായ ശ്രമമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തിയുടെ അന്ന് ഞാൻ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടുവരുന്ന ഒരു സിനിമ കണ്ടു. ഒരു താല്പര്യമില്ലാത്തവരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതുപോലത്തെ പരിപാടിയായിരുന്നു അത്. കമ്പയർഡ് ടു ദാറ്റ് ഇവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ഒരു ചെറിയ മിസ്സിങ് ആണ്. അത് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ പോലെ തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. ഇതിങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണല്ലോ കഥ നടക്കുന്നത്, ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവരുടെ ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് എഴുച്ചിൽ ഫീൽ ചെയ്തു. കാര്യം ഇതിന് മുമ്പ് നമ്മൾ എത്രയോ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ലവ് സ്റ്റോറി ഇൻസിഡൻസ് പെറുക്കി വെക്കുന്നതൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ്. പക്ഷേ വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്, സിനിമയുടെ തുടക്കം അവർ ആ കഥയിലേക്ക്, കഥാപാത്രങ്ങളിലേക്ക് ഗ്രാജുവലി കൊണ്ടുവന്ന് ലാൻഡ് ചെയ്ത് അതിനെ ഒരാംഗിളിൽ നിന്നുകൊണ്ട് കാണിച്ചതിന് ശേഷം ഈ പറയുന്ന സെക്കൻഡ് ഹാഫിൽ എനിക്ക് എഴച്ചിൽ നിന്ന് ഫീൽ ചെയ്ത ആ ഒരു പ്രണയ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കോർ ഇഷ്യൂയിലേക്ക് ഈ സിനിമ കറങ്ങി വരും. അപ്പോൾ എനിക്ക് സിനിമ കുറേ കൂടി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്ഥലത്ത് പോലും കണക്ഷൻ വിട്ടുപോയിട്ടില്ല. അതായത് ഗ്രിപ്പ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമല്ലോ. എന്നെ അലോസരപ്പെടുത്തിയത് എൻ്റെ അപ്പുറത്തും ഇരിക്കുന്ന പറഞ്ഞാൽ ഫോൺ ഉപയോഗമൊക്കെ ആയിരുന്നു. പറ്റൂലെങ്കിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് അപേക്ഷിക്കാനേ ഉള്ളൂ. ചിലരോടൊക്കെ നമുക്ക് പറയാം, പക്ഷെ കാണുന്ന കുറേ പേര് ചോദിക്കും നിനക്ക് അപ്പം പറഞ്ഞൂടെയെന്ന്. നമ്മൾ എത്ര പേരോട് പറയും? ഞാനൊരു 150 രൂപ 180 രൂപ 250 രൂപയൊക്കെ മുടക്കി തിയേറ്ററിൽ കയറിയിട്ട് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനൊക്കെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോവുകയാണോ? അത് ഈ സാമാന്യ മര്യാദ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കുടുംബത്തിൽ നിന്നും സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടും പല ആളുകൾക്കും കിട്ടേണ്ടതാണ്. നമ്മൾ ബാക്കിയുള്ളവർക്ക് അനാവശ്യമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ സംസ്കാര സമ്പന്നമായ പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിൻ്റെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊന്നും ഞാൻ സ്റ്റഡി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. എനിവേ, ഈ വീക്കെൻഡിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ ആസ് എൻ ആർട്ട് ഫോം വിച്ച് ക്യാൻ മേക്ക് പീപ്പിൾ തിങ്ക് എന്ന് പറയുന്നൊരു ആംഗിളിൽ എനിക്കിഷ്ടപ്പെട്ട, നന്നായി എടുത്താൽ മലയെപ്പോലും മറയ്ക്കാൻ പറ്റുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സിനിമ ഒരു മൈൽ സ്റ്റോൺ ആവുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ ദീസ് പീപ്പിൾ, ഈ സിനിമയുടെ പിന്നിലുള്ളവർ, അവർ ചിലപ്പോൾ ഭാവിയിൽ വണ്ടർഫുള്ളായിട്ടുള്ള ചില സിനിമകൾ, ഇവിടെ മാർക്ക് ചെയ്യപ്പെടുന്ന സിനിമകൾ എടുക്കും എന്ന് തോന്നി.
അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം ഈ സിനിമ ഇനി എത്ര ദിവസം തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടാവുകയാണെങ്കിൽ, കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു വാച്ച് ഇറ്റ്. ആഘോഷിക്കാനും അട്ടഹസിക്കാനും വേണ്ടിയിട്ടല്ല, ഒരു നല്ല പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ഹമ്പിൾ സജഷനായിട്ട് മാത്രം എടുക്കുക. പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ച് ആളുകൾ വിമർശിക്കേണ്ടി വന്നത്, എൻ്റെ ഈ അടിച്ചുപൊളി തിയേറ്ററിൽ ഭയങ്കര ഇടിവെട്ടും പാട്ടും ലൈറ്റും ഒക്കെ ഉള്ളൊരു സമയത്ത് ഒരാൾ ഫോൺ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കത് വിട്ട് കളയാം. പക്ഷേ സൈലൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ക്ലിങ്ങും ടോയിങ്ങും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അരോചകമാണ്. ആ സങ്കടം ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ക്ഷമിക്കുക, വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൽ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, തണുപ്പ് കാണാൻ പറ്റുമെങ്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.